ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാ 8ാം ക്ലാസ്സുകാർക്കും വേണ്ടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ടുവേർഡ്സ് ദി എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് ഇന്ന് തുടങ്ങാം. സെക്കൻഡ് ചാപ്റ്റർ ഒരു ഹിസ്റ്ററി ചാപ്റ്ററാണ്. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ടുവേർഡ്സ് ദി എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്, അതിൻ്റെ പാർട്ട് 1 ക്ലാസ്സാണിന്ന്. ഈ ചാപ്റ്ററിന് 4-5 പാർട്ടുകൾ കാണും. 5 പാർട്ടുകളായിട്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോന്നും അതിൻ്റെ പ്ലേലിസ്റ്റ് ഇട്ടേക്കാം. നിങ്ങൾക്ക് അതിനകത്തുനിന്നൊക്കെ എടുത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇന്ന് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ടൈറ്റിൽ? ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്. നമ്മുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിനെയാണ് നാഷണൽ മൂവ്മെൻറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യ നൂറ്റാണ്ടുകളോളം എബൌട്ട് 200 years നമ്മൾ ബ്രിട്ടീഷ് കോളനിയായിരുന്നു. ബ്രിട്ടീഷുകാർ നമ്മുടെ മേൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ പോലീസ്, കോർട്ട്, എല്ലാ തരത്തിലുള്ള പവറും നമുക്ക് മേൽ അവർ പ്രയോഗിക്കുകയും നമ്മളെ ശരിക്കും സ്ലേവ്സ് പോലെ കരുതുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഈ 200 years. അതിനെതിരെ നടന്ന മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക? ഫ്രീഡം സ്ട്രഗിൾ ഓർ നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ നാഷണൽ മൂവ്മെൻറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആരൊക്കെയായിരുന്നു നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ലീഡേഴ്സ്? ഹൂ ലെഡ് ദ നാഷണൽ മൂവ്മെൻറ്റ്? വാട്ട് വാസ് ദ സർക്കംസ്റ്റാൻസസ് ബിഹൈൻഡ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ്, ദ റോൾ ഓഫ് പ്രസ്, ലിറ്ററേച്ചർ, റോൾ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. all these things are discussing in this chapter. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ എൻഡ് ഭാഗത്തേക്ക് നമ്മൾ വരുമ്പം അവിടെ നമ്മൾ പഠിക്കുന്നത് ഫോർമേഷൻ ഓഫ് ഇൻ്റർനാഷണൽ കോൺഗ്രസ്, ഗാന്ധിജി, ദെൻ ദ 2 different groups, moderates and extremists in Congress party, and the formation of Muslim League, then alternative path or the people who fight against the British in using arms and weapons. Okay, then all these things are discussing here. Okay, so we can start the lesson today itself. First of all, we have in our text towards the emergence of the national movement, there you can see 3 people: Nobin Manda, Golak Chandar Basu, and Sadhu Chow. These were the people in Neel Darpan. It was a play written by Dinabandhu Mitra. Okay, these 3 people were the characters in this Neel Darpan, the play, and there was a conversation between these 3 people, and they talk about the exploitation of the plantation owners. This Neel Darpan, it was a play discussing the problems of indigo farmers in Bengal. Okay, indigo farmers, they had so many problems. The exploitation of the plantation owners, they were compelled to cultivate indigo, but they did not get enough money or profit from indigo cultivation. So the situation of this indigo cultivators or farmers of Bengal were very pathetic. They were in utter poverty and misery. Okay, so this Neel Darpan, it was written by Dinabandhu Mitra, and in this play he discussed the problems of indigo farmers, the exploitation by British. Okay, so the first question is who was the author of Neel Darpan?
Dinabandhu Mitra. Neil Darpan discussed about the exploitation of the plantation owners. Elucidate. Explain. This play discussed about the need to fight against foreign tyranny. What is tyranny? അവരുടെ ക്രൂരത. ഫോറിൻ ക്രൂരതയ്ക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതിൻ്റെ ആ നീഡ്, ആ ആവശ്യകത ഡിസ്കസ് ചെയ്യുന്ന ഒരു നാടകമാണ് നീൽ ദർപ്പൺ. പ്ലേ എന്ന് പറഞ്ഞാൽ നാടകം. ഓക്കെ, ദിസ് പ്ലേ ഡിസ്കസ്ഡ് അബൌട്ട് ദ നീഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഫോറിൻ tyranny. Then emancipation of economic exploitation. Economic exploitation was the serious problem in India in that time. So emancipation from economic exploitation. Economic exploitation, ആരാണ് നമ്മളെ ഇക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്? ബ്രിട്ടീഷ്. സോ ബ്രിട്ടീഷ് ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനും അതിൽ നിന്ന് എങ്ങനെ കരകയറാം, ഇമാൻസിപ്പേഷൻ ഓഫ് ഫ്രം ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. ദിസ് പ്ലേ ഡിസ്കസ്. അപ്പോൾ ഈ പ്ലേയിൽ ദീനബന്ധു മിത്ര ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ബ്രിട്ടീഷ് ടിറണിക്കെതിരെ, ഫോറിൻ ടിറണിക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനെതിരെ നമ്മൾ അതിനെ നിർത്തണം. വി ഹാവ് ടു സ്റ്റോപ്പ്, വി ഹാവ് ടു എസ്കേപ്പ്. ഓക്കെ, ദെൻ ഇന്ത്യൻ ഷുഡ് ഫൈറ്റ് ടുഗെദർ ഫോർ അവർ ഫ്രീഡം ആൻഡ് ഫോർ അവർ ഫ്യൂച്ചർ ജനറേഷൻ. നമുക്കറിയാം അന്നത്തെ ഇന്ത്യയിൽ പല പല ഗ്രൂപ്പായിട്ടായിരുന്നു. ദെയർ വാസ് നോ യൂണിറ്റി എമംഗ് ഇന്ത്യൻസ്. ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖ്, all these categories of people, they were separated. There was no unity among them. So in Neil Darpan, Dinabandhu Mitra, he talked about the unity. We have to fight together for our freedom and for our future generation. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി, നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടി we have to fight together. That was the മെസ്സേജ് ഗിവൺ ബൈ ദിസ് പ്ലേ നീൽ ദർപ്പൺ. അപ്പോൾ നീൽ ദർപ്പണത്തിൽ 3 കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ബ്രിട്ടീഷ് ടെറണിക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. 2, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും നമ്മൾ എസ്കേപ്പ് ആകണം. 3, ഇന്ത്യക്കാരെ ഫൈറ്റ് ചെയ്യേണ്ടത് ഒന്നിച്ചാണ്, ദ യൂണിറ്റി. ഓക്കെ, ദെൻ ഹൂ റോട്ട് ദ ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? ഇതൊരു ഫേമസ് ബുക്കാണ്. അന്ന് കാലത്ത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ നടക്കുന്ന കാലത്ത് എഴുതപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ പോവർട്ടിയെ പറ്റിയാണ്. എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത്രമാത്രം പോവർട്ടി ഉണ്ടായത്, അല്ലേ? ലാക്സ് ഓഫ് പീപ്പിൾ വെയർ ഡൈഡ് ബിക്കോസ് ഓഫ് ദിസ് പോവർട്ടി, ഫാമിൻ. ഓക്കെ, so Dadabhai Naoroji, a famous Indian freedom fighter, wrote the book Poverty and British Rule in India. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ റൂളിനെ സംബന്ധിച്ചും അത് നമുക്കുണ്ടാക്കി തന്ന പോവർട്ടിയെ സംബന്ധിച്ചുമാണ് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബുക്കിൻ്റെ ടൈറ്റിൽ എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇറ്റ് വാസ് റിട്ടൺ ബൈ ദാദാഭായ് നവറോജി, എ ഫേമസ് ഇന്ത്യൻ freedom fighter. Then Dadabhai Naoroji put forward a famous theory, drain theory. Okay, who put forward drain theory? Dadabhai Naoroji. ഡ്രെയിൻ എന്നുള്ള വാക്കിൻ്റെ മലയാളം എന്താണ്? ചോർത്തുക, ചോരുക, അല്ലേ? നമുക്കറിയാം, നമ്മൾ ഒരു പാത്രത്തിനകത്ത് നമ്മൾ വെള്ളമെടുത്തു. ആ പാത്രത്തിന് ഒരു ഹോൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ വെള്ളം മുഴുവൻ അതിൽ കൂടെ ഡ്രെയിൻ ചെയ്തു പോകും. അതാണ് ഡ്രെയിനിങ്, ചോരുക. അപ്പോൾ ഈ ഡ്രെയിൻ തിയറി എന്നുള്ള ആ ഒരു തിയറിയുടെ മീനിങ് എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ പണം ബ്രിട്ടനിലേക്ക് ചോർന്നു പോകുന്നു. ദ മണി ഇൻ ഇന്ത്യ വാസ് ഡ്രെയിനിങ് ടു ബ്രിട്ടൻ ഇൻ വേരിയസ് മീൻസ്. ഓക്കെ, പല രീതിയിൽ നമ്മുടെ പണം ബ്രിട്ടനിലേക്ക് ചോർന്നു പോകുന്നു എന്നതാണ് ദാദാഭായ് നവറോജിയുടെ കണ്ടെത്തൽ. അതിനെ സംബന്ധിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു തിയറിയാണ് ഡ്രെയിൻ തിയറി. ഓക്കെ, സോ ഇറ്റ് വാസ് ദാദാഭായ് നവറോജി ഹൂ പുട്ട് ഫോർവേഡ് ഡ്രെയിൻ തിയറി. ഹി റോട്ട് എ ഫേമസ് ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ദാദാഭായ് നവറോജിയെ പറ്റിയും നീൽ ദർപ്പൺ എഴുതിയ
നമ്മുടെ പ്രധാനപ്പെട്ട റൈറ്ററായ ദീനബിന്ദു മിത്രയെ പറ്റിയും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഈ നാഷണലിസം, എമർജൻസ് ഓഫ് നാഷണലിസം ആണല്ലോ നമ്മുടെ ചാപ്റ്ററിൻ്റെ തീം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നു വാട്ട് ഈസ് നാഷണലിസം. എന്താണ് നാഷണലിസം? ദേശീയത. നാഷണലിസത്തിൻ്റെ മലയാളം ദേശീയത. എന്താണ് ദേശീയത? ഇൻ ഇന്ത്യ segregation existed in all spheres like caste, religion, dress, language, culture. In those time, in the second half of the 19th century, in India, segregation existed in all spheres. All spheres. Segregation എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? വ്യതിരിക്തത അല്ലെങ്കിൽ യൂണിറ്റി ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് പറയുക സെഗ്രിഗേഷൻ. നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിൽ സെഗ്രിഗേഷൻ ഉണ്ടായിരുന്നു? കാസ്റ്റ്, റിലീജിയൻ, ഡ്രസ്, ലാംഗ്വേജ്, കൾച്ചർ. ഈ കാര്യത്തിലെല്ലാം ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു, സെഗ്രിഗേഷൻ ഉണ്ടായിരുന്നു. സോ ദെയർ വാസ് ഡൈവേഴ്സിറ്റി ഓർ സെഗ്രിഗേഷൻ ഇൻ ഓൾ സ്പിയേഴ്സ് ലൈക്ക് കാസ്റ്റ്, റിലീജിയൻ, ഡ്രസ്, ലാംഗ്വേജ്, കൾച്ചർ. ബിയോണ്ട് ഓൾ സച്ച് ഡിഫറൻസസ് എ സെൻസ് ഓഫ് യൂണിറ്റി എമർജ് എമംഗ് ഇന്ത്യൻസ്. In that time, in the second half of 19th century, what happened? If there is segregation in all spheres like caste, religion, dress, language, culture, a sense of unity emerged among Indians. അപ്പോൾ പല കാരണങ്ങളാൽ അവരുടെ അത് നമ്മൾക്ക് പഠിക്കാം. എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു സെൻസ് ഓഫ് യൂണിറ്റി അവർക്കുണ്ടാകാനുള്ള കാരണം? ആ സമയത്ത് അതുവരെ ഇല്ലാത്ത രീതിയിൽ ആളുകളുടെ ഇടയിൽ ഒരു സെൻസ് ഓഫ് യൂണിറ്റി ഉണ്ടായി. ഇന്ത്യക്കാർക്ക് ഒരു ഏകതാഭാവം വന്നു. എ സെൻസ് ഓഫ് യൂണിറ്റി. എ സ്ട്രോങ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് വാസ് ദ ബേസിസ് ഓഫ് ദിസ് സെൻസ് ഓഫ് യൂണിറ്റി. ഇങ്ങനെ ഒരു സെൻസ് ഓഫ് യൂണിറ്റി ഇന്ത്യക്കാർക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? എ സ്ട്രോങ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായ ഒരു ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു എക്സാമ്പിൾ ടീച്ചർ പറയാം. നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ ഉടക്കുണ്ടായിരുന്നു. അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പുറത്തുള്ള ഒരാളെ, നമ്മുടെ ഒരു നെയ്ബർ നമ്മുടെ വീടിൻ്റെ വാതിക്കെ വന്ന് നമ്മളെ ചീത്ത വിളിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു പുതിയ ഒരു എനിമി നമുക്കെതിരെ വന്ന് നമ്മുടെ വീടിൻ്റെ ഗേറ്റിൽ നിന്നുകൊണ്ട് നമുക്കെതിരെ ചീത്ത വാക്കുകൾ പറയുമ്പോൾ ഈ നമ്മുടെ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫാദർ, മദർ, ചിൽഡ്രൻ എന്ത് ചെയ്യും? അവർ ഒന്നിച്ചാവും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരൊരുമിച്ച് ഈ പുറത്തുനിന്ന് വന്ന ആ നെയ്ബറിനെതിരെ അവരെ പറയും, മിണ്ടിപ്പോകരുതെന്ന് പറയും, അല്ലേ? സ്റ്റോപ്പ് എന്ന് പറയും. അപ്പോൾ ഇന്ത്യക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യൂണിറ്റി ഇല്ലാതെ സെഗ്രിഗേഷനിലൂടെ നിൽക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു പൊതു എനിമി ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തുണ്ടായി? എ സ്ട്രോങ് യൂണിറ്റി. എ സ്ട്രോങ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് വാസ് ദ ബേസിസ് ഓഫ് ദിസ് യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻ പീപ്പിൾ. ദിസ് സെൻസ് ഓഫ് യൂണിറ്റി ഈസ് കോൾഡ് നാഷണലിസം. സോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാഷണലിസം എന്താണ്? സെൻസ് ഓഫ് യൂണിറ്റി. ഇന്ത്യക്കാർക്ക് അവർക്ക് തോന്നുന്ന ഒരു വലിയ ഏകതാഭാവമാണ് നാഷണലിസം. ഓക്കെ, അപ്പോൾ നാഷണലിസം എന്താണെന്നുള്ള 3-4 പോയിന്റ് തന്നിട്ടുണ്ട്, അത് പഠിക്കുക. In the second half of the 19th century, a sense of unity emerged among Indians. What was the factors that led to strengthen Indian nationalism? അപ്പോൾ ഒരു റീസൺ ഓൾറെഡി നമ്മൾ കണ്ടു, അല്ലേ? ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ്. ബ്രിട്ടീഷുകാർക്കെതിരെ നമുക്കുണ്ടായ ഒരു ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് ആണ് നമുക്ക് എന്തുണ്ടാകാനുള്ള കാരണം? നാഷണലിസം. വേറെയും റീസൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ റീസൺസും ഒന്ന് പഠിക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു സ്ട്രെങ്തൺ ഇന്ത്യൻ നാഷണലിസം? ഇന്ത്യക്കാരുടെ ഇടയിൽ ഞാൻ ഇന്ന ജാതി, ഞാൻ ഇന്ന ജാതി, ഞാൻ ഇന്ന റിലീജിയൻ, ഞാൻ ഹിന്ദു, ഞാൻ മുസ്ലിം, ഞാൻ ക്രിസ്ത്യൻ, ഞാൻ ഹിന്ദിക്കാരൻ, ഞാൻ മലയാളി, ഞാൻ ബംഗാളി, ഞാൻ ഉറുദുക്കാരൻ, ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് സെപ്പറേറ്റായി നിന്നിരുന്ന ഇന്ത്യക്കാരെ ഇപ്പം ഒറ്റ മനസ്സോടെ വന്നു. അവരുടെ ഇടയിൽ ഒരു യൂണിറ്റി ഉണ്ടായി, ഒരു നാഷണലിസം വന്നു. അതെന്താണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ കാണുന്നത്. ഈ ബ്രിട്ടീഷ് ഇക്കണോമിക് പോളിസീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മൾ ഒന്നിക്കാനുള്ള ഒന്നാമത്തെ കാരണം ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആരെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തു? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഫാർമേഴ്സ്, ആർട്ടിസാൻസ്,
Indian princes, then the soldiers, all women, all type of people were the victims of British exploitation. So they feel a feelings of unity or nationalism. So economic exploitation. Then modern western education that spread in India. നമുക്ക് യൂണിറ്റി ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം ഇംഗ്ലീഷുകാർ നമ്മളെ എന്ത് പഠിപ്പിച്ചു? മോഡേൺ എഡ്യൂക്കേഷൻ നമുക്ക് തന്നു. എഡ്യൂക്കേഷൻ കിട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായത്? യൂണിറ്റി വേണം, ഒന്നിച്ച് നിൽക്കണം, എങ്കിലേ ഈ എനിമിയെ നമുക്ക് ഇവിടുന്ന് ഓടിക്കാൻ പറ്റുള്ളൂ. സോ മോഡേൺ വെസ്റ്റേൺ എഡ്യൂക്കേഷനാണ് രണ്ടാമത്തെ ഫാക്ടർ. അത് നമുക്ക് നാഷണലിസം ഉണ്ടാക്കി തന്നു. ദെൻ മൂന്നാമത്തെ ഫാക്ടർ എന്താണ്? ലിറ്റററി വർക്ക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ദീനബന്ധു മിത്രയൊക്കെ പോലെയുള്ള, രവീന്ദ്രനാഥ ടാഗോറിനെയൊക്കെ പോലെയുള്ള കുറേ നല്ല ഓതേഴ്സ് ഉണ്ടായിരുന്നു, നല്ല ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ലിറ്റററി വർക്ക്സ്, ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, ഈ ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ നമ്മുടെ ബുക്കുകളിലും ഒക്കെ കൊണ്ടുവന്ന നല്ല ഐഡിയാസ്, അത് നമുക്ക് എന്തുണ്ടാക്കി തന്നു? നാഷണലിസം. സോ ലിറ്റററി വർക്ക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, ഇതാണ് നമുക്ക് നാഷണലിസം ഉണ്ടാക്കി തന്ന മൂന്നാമത്തെ ഫാക്ടർ. Then another factor that strengthened Indian nationalism was social reform movements. കാസ്റ്റ് വ്യത്യാസം, റിലീജിയൻ വ്യത്യാസം, ലാംഗ്വേജ് വ്യത്യാസം, സെഗ്രിഗേഷൻ, ഇതൊക്കെ മാറ്റി നമുക്കൊരു യൂണിറ്റി, നമുക്കൊരു നാഷണലിസം ഉണ്ടാക്കി തന്നത് നമ്മുടെ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സാണ്. നമുക്ക് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സിനെ പറ്റിയൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് വിശദമായിട്ട് പഠിക്കണം. എങ്കിലും നിങ്ങളോട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. രാജാറാം മോഹൻ റോയി ഒക്കെ പോലെയുള്ള സോഷ്യൽ റീഫോം ആക്ടിവിസ്റ്റുകൾ നമ്മുടെ നാട്ടിലെ സതി, അൺടച്ചബിലിറ്റി, കാസ്റ്റ് സിസ്റ്റം, ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കുകയും അങ്ങനെ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ് ഉണ്ടാകുകയും ചെയ്തു. ഈ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സിലൂടെ നമുക്ക് എന്ത് കിട്ടി? നാഷണലിസം. ദെൻ ഫോർമേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ആദ്യം ഉണ്ടാക്കിയ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അംഗങ്ങളായ പല കാസ്റ്റിലുള്ളവരെ, പല റിലീജിയനിലുള്ളവരെ, പല ലാംഗ്വേജ് പറയുന്നവരെ, അവർക്കൊറ്റ മനസ്സായിരുന്നു. കാരണം എന്താ? അവരെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മെമ്പേഴ്സാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്തുണ്ടാകത്തില്ല? ഈ സെഗ്രിഗേഷൻ ഉണ്ടാകത്തില്ല. ഞാൻ ഇന്ന കാസ്റ്റുകാരൻ, ഇന്ന റിലീജിയൻകാരൻ, ഇന്ന ലാംഗ്വേജുകാരൻ, നോ നോ നോ. അവരെല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്? ഐ ആം എ മെമ്പർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഫോർമേഷനും നമുക്ക് എന്തുണ്ടാക്കി? യൂണിറ്റി, നാഷണലിസം. ഓക്കെ, ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻസ്. ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടാക്കിയ ഓർഗനൈസേഷൻസും പ്രൊഡ്യൂസ് ഓർ ഇൻകൾക്കേറ്റ് യൂണിറ്റി എമംഗ് ഇന്ത്യൻസ്. എക്സ്പാൻഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എക്സ്പാൻഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് നാഷണലിസം ഓർ സ്ട്രെങ്തൺ ഇന്ത്യൻ നാഷണലിസം. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടും ഒക്കെ വന്നു കഴിയുമ്പോൾ പല നാട്ടിലുള്ള ആൾക്കാർ തമ്മിൽ എന്തുവാകും? മിങ്കിളാകും. അങ്ങനെ മിങ്കിൾ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഈ ഒരു സെപ്പറേഷൻ, ഞാൻ ഇന്ന കാസ്റ്റുകാരൻ, റിലീജിയൻകാരൻ എന്നൊക്കെയുള്ള, ലാംഗ്വേജുകാരൻ എന്നൊക്കെയുള്ള വ്യത്യാസമെല്ലാം പോയി. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഈ ബംഗാളികൾ വന്ന് നമുക്ക് വേണ്ടി പണികളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം തന്നെ നമുക്ക് ഹിന്ദിയൊക്കെ പഠിക്കാനുള്ള മനസ്സ് നമ്മുടെ ആളുകളുണ്ടായി. നമ്മുടെ ഗ്രാമത്തിലുള്ള ആൾക്കാർ പോലും ഇപ്പം നന്നായിട്ട് ഹിന്ദി പറയും. അപ്പോൾ നമുക്ക് ഹിന്ദിക്കാരോടുള്ള ആ ഒരു അകൽച്ചയൊക്കെ പോയില്ലേ എന്ന് പറയുന്നത് പോലെ എക്സ്പാൻഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു യൂണിറ്റി നമുക്കുണ്ടാവും. ഓക്കെ, അതും നാഷണലിസത്തെ സ്ട്രെങ്തൻ ചെയ്യും. The British authorities did some partitions and divisions which enhanced nationalism in India. ബ്രിട്ടീഷ് അതോറിറ്റീസ് നമ്മുടെ ചില പ്രോവിൻസുകൾ, എക്സ്പെഷ്യലി ബംഗാളൊക്കെ പോലെയുള്ള നമ്മുടെ ചില പ്രോവിൻസുകൾ അവരെന്ത് ചെയ്തു? പാർട്ടീഷൻ നടത്തി. അതിനെ അവരെ ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ ആളുകളുടെ മനസ്സിൽ എന്ത് തോന്നി? കണ്ടോ, ബ്രിട്ടീഷുകാർക്കെതിരെ അവർക്ക് ഭയങ്കരമായുള്ള ഫീലിങ്സ് ഉണ്ടായി. നമുക്കറിയാം, സ്വദേശി മൂവ്മെൻറ്റ് പോലുള്ള മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടാവുകയും അങ്ങനെ ആളുകളുടെ ഒരു യൂണിറ്റി കൂടി ഈ ഒരു ഡിവിഷനെതിരെ, ഒരു പാർട്ടീഷനെതിരെ അവർ തെരുവിലിറങ്ങി, റാലികൾ സംഘടിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അതും എന്തിലേക്ക് കൊണ്ടുവരും? നമ്മളെ ഒരു സ്ട്രോങ് ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് ഓർ ഇറ്റ് സ്ട്രെങ്തൻ ദ നാഷണലിസം. അപ്പോൾ ഇന്ത്യയിലെ ആളുകളുടെ നാഷണലിസം, അവരുടെ ദേശീയ ബോധം സ്ട്രെങ്തൻ ചെയ്യാൻ കുറേയേറെ ഫാക്ടേഴ്സ് ഉണ്ട്. നോക്കിക്കേ, 1 2 3 4 5 6 7 8 ഫാക്ടേഴ്സ്. ഇപ്പോൾ ഇക്കണോമിക് പോളിസീസ്, അതുപോലെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടി,
ലിറ്റററി വർക്ക്സും ന്യൂസ് പേപ്പേഴ്സും, അതുപോലെ തന്നെ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്സ്, ഫോർമേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ്, ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻസ്, എക്സ്പാൻഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആൻഡ് ദ ഡിവിഷൻ ആൻഡ് പാർട്ടീഷൻ done by British authorities. All these are the factors that strengthen nationalism. നാഷണലിസം സ്ട്രെങ്തൻ ചെയ്തതാണേ നമുക്ക് എന്തുണ്ട് കിട്ടിയത്, നമുക്ക് ഫ്രീഡം കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ്, ഹൂ വേർ ദി ഏർലി ലീഡേഴ്സ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്? ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഏർലി ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു പോലെയുള്ള നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ തലപ്പത്ത് അതിൻ്റെ ലീഡേഴ്സായി വരുന്നതിന് മുമ്പ് ഓൾഡ് കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്ത് ഏർലി ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, ഡ്രെയിൻ തിയറിയൊക്കെ കൊണ്ടുവന്ന ദാദാഭായ് നവറോജി, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു ഏർലി ലീഡറായിരുന്നു. ദെൻ R.C. ദത്ത്, ദെൻ മഹാദേവ് ഗോവിന്ദ റാനഡെ. ഇവരുടെയൊക്കെ പിക്ചേഴ്സ് നമ്മുടെ പേജ് നമ്പർ 29 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പിക്ചേഴ്സൊക്കെ എടുത്തൊന്ന് കാണണം. ടീച്ചർ ഈ PPTക്കകത്ത് പിക്ചർ ഇടാഞ്ഞത് നമുക്ക് ടെക്സ്റ്റിലുണ്ടല്ലോ, ഓൾറെഡി ടെക്സ്റ്റിലുണ്ട്. ദാദാഭായ് നവറോജിയെ നമുക്ക് ടെക്സ്റ്റിൽ പേജ് നമ്പർ 28 കൊടുത്തിട്ടുണ്ട്. അതുപോലെ മഹാദേവ് ഗോവിന്ദ റാനഡെ, ദെൻ R.C. ദത്ത്, ഓൾ ദീസ് ഏർലി ലീഡേഴ്സിൻ്റെ പിക്ചർ നമ്മുടെ പുസ്തകത്തിൽ 28, 29 ഉണ്ട്. നിങ്ങൾ ആ പിക്ചറൊക്കെ കണ്ടോണം. പിക്ചർ തന്നിരിക്കുന്നതിൻ്റെ മീനിങ് എന്താണെന്നോ ക്വസ്റ്റ്യൻ വരുമെന്ന. നമ്മുടെ പുസ്തകത്തിൽ പിക്ചർ ഉണ്ടോ നമ്മൾ ഉറപ്പിച്ചുകൊള്ളുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ടാണ് പിക്ചർ തന്നിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയായിരുന്നു ഏർലി ലീഡേഴ്സ്? ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ. ഹൗ ഡിഡ് ദ ഇക്കണോമിക് പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് അഫക്റ്റഡ് ഇന്ത്യ? അപ്പോൾ നാഷണലിസത്തെ സ്ട്രെങ്തൻ ചെയ്ത 8 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. ഈ 8 ഫാക്ടേഴ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുക. അതിൽ ഫസ്റ്റ് ഫാക്ടർ നമ്മൾ എടുത്തു ഇക്കണോമിക് പോളിസീസ് ഓഫ് ബ്രിട്ടീഷ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ദ ഇക്കണോമിക് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് അഫക്റ്റഡ് ഇന്ത്യ? ഇന്ത്യയിലെ എങ്ങനെ അത് അഫക്റ്റ് ചെയ്തു? ഇക്കണോമിക് പോളിസീസ് ഓഫ് ബ്രിട്ടീഷ്. ഇന്ത്യ ഹാഡ് ബിക്കം എ കോളനി ഫോർ ദ കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് എ മാർക്കറ്റ് ഫോർ ദ ബ്രിട്ടീഷ് പ്രോഡക്ട്സ്. അവരുടെ ഇക്കണോമിക് പോളിസീസ് ഇന്ത്യയെ അവരുടെ കോളനിയാക്കി മാറ്റി. എന്തിനു വേണ്ടിയാണ് അവർ ഈ കോളനി ഉപയോഗിച്ചത്? അവർക്ക് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം, അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കണം. അപ്പോൾ അവരുടെ ഫാക്ടറികൾക്ക് വേണ്ട റോ മെറ്റീരിയൽസ്, എന്താണ് റോ മെറ്റീരിയൽ? ഒരു ഫാക്ടറിക്ക് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളെയാണ് റോ മെറ്റീരിയൽ എന്ന് പറയുക. ഇപ്പോൾ ടയർ ഉണ്ടാക്കണമെങ്കിൽ റോ മെറ്റീരിയൽ എന്താണ്? റബ്ബർ, അല്ലേ? റബ്ബർ കിട്ടണം, അതുകൊണ്ടേ ടയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് അവർക്ക് കളക്ട് ചെയ്യാനുള്ള സ്ഥലം, അതുപോലെ അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാനുള്ള സ്ഥലം, ഇങ്ങനെ ഒരു കോളനിയാക്കി നമ്മൾ മാറി. അതാണ് അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒന്നാമത്തെ നമുക്കുണ്ടാക്കിയ പ്രോബ്ലം. 2, ദിസ് ലെഡ് ടു അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ലെഡ് ടു അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ഇവിടെ ഉണ്ടാക്കി. പോവർട്ടി ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്, ഇന്ത്യയിൽ പോവർട്ടി ഉണ്ടാക്കി. ആസ് എ റിസൾട്ട് വേരിയസ് കാറ്റഗറീസ് ലൈക്ക് ഫാർമേഴ്സ്, ആർട്ടിസാൻസ്, സ്മോൾ ട്രേഡേഴ്സ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ട്രൈബൽസ് സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഈ 3 പോയിന്റും ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഇതാണ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് തന്ന സമ്മാനം. ഓക്കെ, ഇതാണ് അവരുടെ ഇക്കണോമിക് പോളിസീസ് ഇന്ത്യയെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഈ 3 ആൻസർ എഴുതണം. ഇന്ത്യ അവരുടെ കോളനിയായി മാറി, അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി, പോവർട്ടി ഉണ്ടായി, നമ്മുടെ എല്ലാ കാറ്റഗറീസും ഫാർമേഴ്സ്, ആർട്ടിസാൻസ്, സ്മോൾ ട്രേഡേഴ്സ്, ട്രൈബൽസ് ആൻഡ് പ്രിൻസസ്, സോൾജിയേഴ്സ്, every categories of people started fighting against British. How did Western education help in developing nationalism among Indians? Prepare a note. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫാക്ടറിയിലേക്ക് നമ്മൾ കയറുകയാണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഓർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമുക്ക് നാഷണലിസം ഉണ്ടാക്കി തന്നു. നമുക്ക് ആളുകളുടെ ഇടയിൽ ഒരു വലിയ യൂണിറ്റി അവർ ഈ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടി. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മോഡേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ഇൻ ഇന്ത്യ അറ്റ് ദ ബിഗിനിങ് ഓഫ് 19th century. മോഡേൺ എഡ്യൂക്കേഷൻ നമുക്ക് തന്നത് ആരാണ്? ബ്രിട്ടീഷ്. ഓക്കെ, അത് 19th century തുടക്കത്തിലെ നമുക്കിവിടെ ഇംഗ്ലീഷ് സ്കൂളുകളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ബിക്കം കോൺഷ്യസ് ഓഫ് ഡെമോക്രസി, ദെൻ എഗാലിറ്റേറിയനിസം, ഈക്വൽ ജസ്റ്റിസ്, സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സിവിൽ റൈറ്റ്സ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയ ഇന്ത്യക്കാർക്ക് ഡെമോക്രസി, എഗാലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമത്വബോധം. എഗാലിറ്റേറിയനിസം
ദാറ്റ് മീൻസ് സമത്വം. എല്ലാവരും ഒന്നാണ്. ഹൈ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് ഇങ്ങനെയൊന്നുമില്ല. മനുഷ്യരെല്ലാവരും ഒരുപോലെ സമത്വം വേണം, ഈക്വാളിറ്റി വേണം. അതിനെ സംബന്ധിച്ചുള്ള ഒരു വാക്ക്, ഈക്വാളിറ്റി എന്നുള്ള വാക്കിൽ നിന്നാണ് എഗാലിറ്റേറിയനിസം എന്നുള്ള വാക്കുണ്ടാക്കിയിരിക്കുന്നത്. സമത്വം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡെമോക്രസിയെപ്പറ്റി, സമത്വത്തെപ്പറ്റി, ഈക്വൽ ജസ്റ്റിസിനെ സംബന്ധിച്ച്, സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകുന്നതിനെ പറ്റി, സിവിൽ റൈറ്റ്സിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിന് എന്തുണ്ടായി? അവർ കോൺഷ്യസ് ആയി, അവർക്ക് ബോധം വെച്ചു. ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് കോൺസ്റ്റൻ്റ്ലി ടോക്ഡ് അബൌട്ട് ദ നീഡ് ടു എൻഡ് ദ ബ്രിട്ടീഷ് റൂൾ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയ ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് റൂൾ ഇവിടെ അവസാനിക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അവരതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, അറിവ് കിട്ടി. ഇംഗ്ലീഷ് ബിക്കം ദ കോമൺ ലാംഗ്വേജ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമുക്കറിയാം ഇന്ത്യയിൽ എത്ര ഭാഷകളുണ്ട്? ഏകദേശം 600ഓളം ഭാഷകളുണ്ട് അല്ലേ? 600ഓളം ഭാഷകളുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദി പറഞ്ഞാൽ മലയാളിക്ക് മനസ്സിലാകുകയില്ല, മലയാളം പറഞ്ഞാൽ ഹിന്ദിക്കാരന് മനസ്സിലാകത്തില്ല, ദെൻ പഞ്ചാബിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് വന്നതോടുകൂടി ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫില്ലായി. അതായത് എല്ലാവർക്കും ഒരു ജനറലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ലാംഗ്വേജ്, ഒരു കോമൺ ലാംഗ്വേജ് നമുക്ക് കിട്ടി. അതോടെ ഐഡിയ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. അതും നമുക്ക് എന്തുകൊണ്ടാക്കി? നാഷണലിസം ഉണ്ടാക്കി. ഇംഗ്ലീഷ് ബിക്കം ദ കോമൺ ലാംഗ്വേജ് ആൻഡ് പീപ്പിൾ എക്സ്ചേഞ്ച് ഐഡിയാസ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ഇന്ത്യൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ വീക്ക്നെസ് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരിക്കുന്ന ഇക്കണോമിക് വീക്ക്നെസ്, അതാണല്ലോ ഡ്രെയിൻ തിയറിയൊക്കെ നമ്മുടെ ദാദാഭായ് നവറോജിയൊക്കെ പറയുന്നത്. അദ്ദേഹമൊക്കെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയ ആളാണ്. അങ്ങനെയാണ് ദാദാഭായ് നവറോജിക്ക് എന്ത് തോന്നിയത്? നമ്മുടെ ഇന്ത്യയുടെ പണം മുഴുവൻ ഇംഗ്ലണ്ടിലേക്ക് ഡ്രെയിനായി പോകുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വീക്ക്നെസ്സിനെ സംബന്ധിച്ച്, ഇക്കണോമിക് വീക്ക്നെസ്സിനെ സംബന്ധിച്ച് അവർക്ക് അറിവുണ്ടായി. ആർക്ക്? വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്ട്രെങ്തൻഡ് നാഷണലിസം. ഇറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എങ്ങനെ നാഷണലിസം പ്രൊമോട്ട് ചെയ്തു എന്നതിൻ്റെ ആൻസറാണ് ഈ കൊടുത്തിരിക്കുന്ന 6 പോയിന്റ്സ്. ഓക്കെ, ആ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമുക്ക് എന്തൊക്കെ ബോധങ്ങളുണ്ടാക്കി? ഡെമോക്രസി, എഗാലിറ്റേറിയനിസം, ഈക്വൽ ജസ്റ്റിസ്, സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സിവിൽ റൈറ്റ്സ്. നമുക്കൊരു കോമൺ ലാംഗ്വേജ് കിട്ടി. നമ്മൾ എന്തിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി? ടു സ്റ്റോപ്പ് ബ്രിട്ടീഷ് റൂൾ. ദെൻ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ വീക്ക്നെസ് ഓഫ് അവർ കൺട്രി. ദിസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം. വാട്ട് വാസ് ദ റോൾ ഓഫ് പ്രസ്? മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. മൂന്നാമത്തെ ഫാക്ടറിലേക്ക് നമ്മൾ കയറുകയാണ്. നാഷണലിസം പ്രൊമോട്ട് ചെയ്ത മൂന്നാമത്തെ ഫാക്ടറാണ് നമ്മുടെ ലിറ്റററി വർക്ക്സ് ആൻഡ് ന്യൂസ് പേപ്പർ. നമ്മുടെ നല്ല നല്ല എഴുത്തുകാരെ നല്ല നല്ല ബുക്സ് പബ്ലിഷ് ചെയ്തു. അവർക്കൊക്കെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയ ആൾക്കാരാണ് ഈ ഓതേഴ്സ് എല്ലാവരും തന്നെ. അവരുടെ ഐഡിയാസ് എല്ലാ ആളുകളും വായിക്കാൻ തുടങ്ങി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പർ, അതും നാഷണലിസം ഉണ്ടാക്കി. ഇന്നും നമുക്ക് ദേശീയത ഉണ്ടാകണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ന്യൂസ് പേപ്പറുകൾ വായിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലിറ്റററി വർക്ക്സ് ആൻഡ് newspapers played an important role in spreading nationalism in India. The protest against the British had reflections in literature. നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന എല്ലാ സമരങ്ങളും, എല്ലാ പ്രൊട്ടസ്റ്റുകളും ലിറ്ററേച്ചറിൽ വരാൻ തുടങ്ങി, ബുക്കുകളിൽ എഴുതാൻ തുടങ്ങി. The sufferings, neglect and exploitation faced by the people in different parts of the country become themes in literary works. നമ്മുടെ എഴുത്തുകാരുടെ ഒക്കെ പുസ്തകങ്ങളിൽ നമ്മുടെ സഫറിങ്സ്, അല്ലെ, നീൽ ദർപ്പണത്തിൽ ആരുടെ സഫറിങ്സ് ആണ് പറഞ്ഞിരിക്കുക? ഇൻഡിഗോ ഫാർമേഴ്സിൻ്റെ. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരുടെ സഫറിങ്സ്, അവരുടെ പരാധീനതകൾ, അവരുടെ റിജക്ഷൻ, നെഗ്ലക്റ്റ്, എക്സ്പ്ലോയിറ്റേഷൻ, ഇതെല്ലാം നമ്മുടെ ബുക്കുകളിലെ തീമായി മാറി. ബുക്കുകളിൽ അതിനെപ്പറ്റി അവർ എഴുതാൻ തുടങ്ങി. ഇത് വായിക്കുന്ന ഇന്ത്യക്കാർക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാകും? നാഷണലിസം. ദ വർക്ക് ഓഫ് പ്രോമിനൻറ്റ് റൈറ്റേഴ്സ്. അന്നത്തെ പ്രോമിനൻറ്റ് റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു? ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ ആൻഡ് സുബ്രഹ്മണ്യ ഭാരതി പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇൻകൾക്കേറ്റിംഗ് നാഷണലിസം എമംഗ് ദ പീപ്പിൾ. അപ്പോൾ നമ്മുടെ മെയിൻ റൈറ്റേഴ്സിൻ്റെ പേരെഴുതിയിട്ട് നിങ്ങൾ പറയണം. ദ വർക്ക്സ് ബൈ ദിസ് പ്രോമിനൻറ്റ് റൈറ്റേഴ്സ്: ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ ആൻഡ് സുബ്രഹ്മണ്യ ഭാരതി. ഇതിലെ മലയാളി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇൻകൾക്കേറ്റിംഗ്, ഇൻ ക്രിയേറ്റിംഗ്
നാഷണലിസം എമംഗ് ദ പീപ്പിൾ. അപ്പോൾ ലിറ്ററേച്ചറിനും ന്യൂസ് പേപ്പറിനും